إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. إن ولي الله الذي نزل الكتاب وهو يتولى الصالحين. ഏറ്റവും ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹുവിൻ്റെ നിയമ നിർദ്ദേശങ്ങളെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഏറ്റവും നല്ല സൂക്ഷ്മതയോടുകൂടി നിലനിർത്തി ജീവിക്കണേ എന്ന് സ്വന്തത്തെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ നിങ്ങളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഈ ലോകത്ത് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പം അള്ളാഹുവിനെ പരിപൂർണമായി തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കുവാനും ഈ ലോകത്തു നിന്ന് വിട പറയുന്ന അവസാന നിമിഷം അള്ളാഹു നമ്മെ തൃപ്തിപ്പെട്ടുകൊണ്ട് വിട പറയുവാനുമുള്ള ആ മഹാ തൗഫീഖിനായി സദാ പ്രാർത്ഥിക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല അവന്റെ ഇഷ്ടദാസന്മാരിൽ നമ്മയും ചേർക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചു വന്നതിൻ്റെ ഏതാനും ചില ഭാഗങ്ങൾ കൂടിയാണ് പറയുവാനുള്ളത്. മുസ്ലിം ഉമ്മത്ത്, വലിയൊരു വിഭാഗം ആളുകൾ, അവർ യഥാർത്ഥത്തിലുള്ള വിശ്വാസത്തിൽ നിന്ന് ബഹുദൂരം അപകടകരമായ പാതയിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണോ ഹക്കായിട്ട് മുസ്ലിങ്ങൾ വിശ്വസിക്കേണ്ടതും അവരുടെ ജീവിതത്തിൽ അവർ നിലനിർത്തേണ്ടതും അതിനെക്കുറിച്ച് തീരെ ബോധ്യമില്ലാതെ, അറിവില്ലാതെ പല ആളുകളും പറയുന്ന കെട്ടിക്കൂട്ടിയുണ്ടാക്കിയ മിഥ്യയായ കഥകളിലൂടെ അവരുടെ വിശ്വാസത്തെയും
അവരുടെ സമ്പത്തിനെയും അവരുടെ സമയത്തിനെയും ഒക്കെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നത് സത്യമാണ്, വലിയ ഒരു യാഥാർത്ഥ്യമാണ്. പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായിട്ട് തന്നെ എങ്ങനെയായിരിക്കണം ഒരു വിശ്വാസിയുടെ വിശ്വാസവും അവന്റെ ജീവിതവും എന്ന് വളരെ കൃത്യമായി കൊണ്ട് തന്നെയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അതാണ് മുസ്ലിങ്ങളുടെ ഒരു പ്രത്യേകത. അവരുടെ ജീവിതത്തിന്റെ ഏതേതു മേഖലകളിലും അവർ സ്വീകരിക്കേണ്ടത്, അവർ അന്വേഷിക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തു പറഞ്ഞിരിക്കുന്നു, എന്തു നിർദ്ദേശിച്ചിരിക്കുന്നു എന്നതാണ്. ആ കാര്യങ്ങളെ എങ്ങനെയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നത്, അതുപോലെ തന്നെയായിരിക്കണം നമ്മുടെ ജീവിതത്തിലും അത് എന്നത് വളരെ ശക്തമായിട്ടുള്ള നിർദ്ദേശമാണ്. അതിൽ നിന്ന് നമ്മൾ മാറിപ്പോയി കഴിഞ്ഞാൽ, മറ്റൊരു വഴിയിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ അത് നരകത്തിലേക്കുള്ള വഴിയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല സംശയത്തിനിടയില്ലാത്ത വിധം പരിശുദ്ധ ഖുർആനിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടും ഉണ്ട്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനിലെ നിയമങ്ങളെയും നിർദ്ദേശങ്ങളെയും പഠിക്കുകയും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക എന്നതാണ് ഭൂമി ലോകത്ത് ജീവിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠരായ മനുഷ്യരുടെ ക്വാളിറ്റി എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു നിർദ്ദേശമാണത്. ഖുർആനിനെ പഠിക്കുകയും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക എന്നതാണ്. പഠിക്കുന്നതോടൊപ്പം മറ്റുള്ളവരിലേക്ക് അത് പകർത്തി കൊടുക്കുക, അതൊരു വലിയ നിർദ്ദേശമാണത്. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ തഅല്ലമൽ ഖുർആന, ഖുർആനിനെ പഠിക്കുക, വഅല്ലമഹും, അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നതാണ്. വിശ്വാസികൾ കൈവിട്ടുപോയ ഒരു മേഖലയും അവിടെയാണ്. റസൂലുള്ളാഹിയുടെ നിർദ്ദേശത്തെ, പരിശുദ്ധ ഖുർആനിനെ പഠിക്കുക എന്ന് പറയുമ്പോൾ അത് ജീവിതത്തിൽ പകർത്തുവാനുള്ളതാണ്, വെറുതെ പഠിക്കാനുള്ളതല്ല. അപ്പൊ നമ്മുടെ ഭൗതികമായിട്ടുള്ള പല പഠനങ്ങളും ആ പഠനങ്ങളിലെ പരീക്ഷയോട് കൂടിയിട്ട് അതിലെ ഒരുപാട് ഭാഗങ്ങൾ പിന്നെ നമുക്ക് ആവശ്യമില്ലാത്തതാണ്. ഒരുപാട് ഭാഗങ്ങൾ പഠിക്കുന്ന കുട്ടികൾക്കറിയാം. ഓരോ എക്സാമിലും അവർ കുത്തിയിരുന്ന് പഠിച്ചു കഴിഞ്ഞ് ആ ക്ലാസ് കഴിഞ്ഞാൽ അടുത്ത പോസ്റ്റിലേക്ക് അവർ പോയി കഴിഞ്ഞാൽ അവിടെ പിന്നെ വേറെ പല ഭാഗങ്ങളും ഇതിന്റെ തുടർച്ചയാണെങ്കിൽ പോലും പഠിക്കുന്ന ഒരുപാട് ഭാഗങ്ങൾ അവരുടെ ജീവിതത്തിൽ അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു ആവശ്യവും ഇല്ലാത്ത അവസ്ഥയിലേക്ക് മാറുന്നുണ്ട്. പക്ഷെ പരിശുദ്ധ ഖുർആൻ അങ്ങനെയല്ല. അത് പഠിക്കുകയാണെങ്കിൽ അവന്റെ നിത്യ ജീവിതത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ അത് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട് എന്നതാണ്. ആ ബോധ്യമില്ലാതെയാണ് മനുഷ്യൻ ജീവിക്കുന്നതെങ്കിൽ അവനെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞത്, ഏറ്റവും വലിയ നഷ്ടക്കാരിലാണ് അവർ എന്നാണ്. അവർ അല്ലാഹുവിന്റെ ദിക്റുകളെ കുറിച്ച്, മനുഷ്യന്റെ ജീവിതത്തിൽ വരുന്ന വലിയൊരു ഭാഗമാണ് മനുഷ്യന്റെ സമ്പത്തും മനുഷ്യന്റെ സന്താനങ്ങളും. അതിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാഹ്. വിശ്വാസികളെ, നിങ്ങളുടെ സമ്പത്തിനെ കൊണ്ടോ സന്താനങ്ങളെ കൊണ്ടോ നിങ്ങൾ ജീവിതത്തിൽ വ്യാപൃതരായിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുവിന്റെ ദിക്റിനെ കുറിച്ച് നിങ്ങൾ മറന്നുപോയാൽ ഫഉലൈക ഹുമുൽ ഖാസിറൂൻ, അത് വലിയ നഷ്ടക്കാരിൽ ചെന്നെത്തുന്ന സംഭവമാണ് കേട്ടോ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെയും മനുഷ്യൻ നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോഴും അല്ലാഹുവിന്റെ ദിക്റിനെ കുറിച്ച് അഥവാ പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് നമ്മൾ മറന്നു പോവരുത്. അതിൽ നമ്മൾ എപ്പോഴും ഉണ്ടായിരിക്കണം. അതിലുണ്ടാകുമ്പോൾ നമ്മളെ വഴിപിഴപ്പിക്കാൻ ഒരു പുരോഹിതനും സാധിക്കുകയില്ല. ഒരു പുരോഹിതനും സാധിക്കില്ല. ഏതെങ്കിലും പുതിയ വാദങ്ങളുമായിട്ട് നവയാഥാസ്ഥികരായ ആളുകളും മുന്നോട്ട് വരുമ്പോൾ അവരോട് നമുക്ക് കൃത്യമായിട്ട് പരിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ആ കാര്യങ്ങളിൽ നിന്ന് അവരെയും നമ്മളെയും രക്ഷപ്പെടുത്താൻ കഴിയും. അതിന് ഖുർആനിനെ നമ്മളെ കൂടെ നിർത്തുക, പഠിക്കുക, മനസ്സിലാക്കുക എന്നതാണ് ഏറ്റവും അതിന്റെ പ്രഥമമായിട്ടുള്ള ഒരു രക്ഷ. പരിശുദ്ധ ഖുർആനിലെ സൂറത്തു അറാഫിലെ 196 വചനമാണ് ഞാൻ അമുഖമായി ഓതി കേൾപ്പിച്ചത്. ഏകദേശം ഒരു 188 മുതൽ സൂറത്ത് അറാഫിന്റെ അതിന്റെ 1 മുതൽ അവസാനം വരെയുള്ള ആയത്തുകളും വളരെ ശ്രദ്ധേയമായിട്ടുള്ള നിർദ്ദേശങ്ങളാണ്.
എന്നാൽ 188 മുതൽ ഒരുപാട് ആയത്തുകൾ തുടരെ മനുഷ്യന്റെ ജീവിതത്തിൽ, മനുഷ്യരുടെ വിശ്വാസത്തിൽ അവർ അവലംബിക്കേണ്ടുന്ന, കാത്തുസൂക്ഷിക്കേണ്ടുന്ന വളരെ ശക്തമായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ 196 ആയത്താണ് ഞാൻ നിങ്ങളോട് പറയും. ഇന്ന വലിയല്ലാഹു അല്ലദീ നസ്സലൽ കിതാബ വഹുവ യതവല്ല സ്വാലിഹീൻ. ഈ പരിശുദ്ധ ഖുർആൻ ഇറക്കി തന്ന അല്ലാഹുവാണ് എൻ്റെ രക്ഷകൻ. എൻ്റെ വലിയ അല്ലാഹുവാണ്. ഈ പരിശുദ്ധ ഖുർആൻ നൽകിയ അല്ലാഹുവാണ് എൻ്റെ രക്ഷകൻ. അവൻ സജ്ജനങ്ങളെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. സജ്ജനങ്ങളുടെ ഈമാൻ സംരക്ഷിച്ചു നിർത്താൻ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അവൻ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല വീണ്ടും പറയാണ്, അതിന്റെ 197 ആയത്തിൽ, നേരെ താഴെയുള്ള ആയത്തിൽ, വല്ലദീന തദ്ഊന മിൻ ദൂനിഹി ലാ യസ്തതിഊന നസ്റകും വലാ അൻഫുസഹും യൻസുറൂൻ. ആലോചിച്ച് നോക്കൂ, അവനെ വിട്ട് നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർക്കൊന്നും നിങ്ങളെ സഹായിക്കുവാൻ സാധ്യമല്ല. അല്ലാഹുവിന് പുറമെ ഒരുത്തനും, ഇനി അവിടെ ആരെങ്കിലും വേറെ ചേർക്കണോ? റസൂലുള്ളാഹിക്ക് സാധിക്കൂല, സ്വഹാബത്തിന് സാധിക്കൂല, ബദരീങ്ങൾക്ക് സാധിക്കൂല, ഉഹദീങ്ങൾക്ക് സാധിക്കൂല. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്ന ഒരൊറ്റ മഹാനും അവരെ നമ്മൾ വിളിച്ചു തേടിയാൽ നമ്മളെ സഹായിക്കുക എന്ന ഒരു കാര്യം അവരെ കൊണ്ട് ചെയ്യാൻ സാധിക്കൂല എന്ന് അല്ലാഹ് പറഞ്ഞുതരാ. വല്ലദീന തദ്ഊന മിൻ ദൂനിഹി, അല്ലാഹുവിന് പുറമെ നിങ്ങൾ ദുആ ചെയ്യുന്ന, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരുത്തനും ലാ യസ്തതിഊന നസ്റകും വലാ അൻഫുസഹും യൻസുറൂൻ, നിങ്ങളെ സഹായിക്കാൻ പറ്റൂല എന്ന് മാത്രമല്ല, അവർക്ക് അവരെ തന്നെ സഹായിക്കാൻ പറ്റൂല. എന്തൊരു അത്ഭുത! ഇനി എങ്ങനെ അല്ലാഹ് നമുക്ക് പറഞ്ഞുതരാ? ഒരു സംശയം ബാക്കി നിൽക്കാതിരിക്കാനാണ് ഇത് ചേർത്തിട്ടുള്ളത്. ഇത് ചേർത്തിട്ടുള്ളത് അവർക്ക് വലാ അൻഫുസഹും യൻസുറൂൻ എന്ന് ഈ ആയത്തിൽ ചേർത്തത് എന്തിനാ? ഇനിയും നിങ്ങൾക്കൊരു സംശയം ബാക്കി, അവരുടെ കാര്യം തന്നെ അവർക്ക് സഹായിക്കാൻ സാധിക്കുന്ന തരത്തിലല്ല. അങ്ങനെ ഒരു കഴിവ് ആർക്കും ഇല്ലാന്ന്. അങ്ങനെയാണല്ലോ അവരൊരു പ്രത്യേക മഹാന്മാർ, മഹത്തുക്കൾ അങ്ങനെ പറഞ്ഞിട്ട് അവർക്കൊക്കെ എന്തൊക്കെയോ എന്തോ ഒരു ദൈവിക ഒരു ശക്തി അല്ലാഹ് അവർക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ളപ്പോ പറയണത് കൊടുത്തിട്ടുണ്ട്. എന്താ തെളിവ്? തെളിവൊന്നുമില്ല. തെളിവ് കൊടുത്തിട്ടുണ്ട് എന്ന് പറയണവന്റെ നാവ് മാത്രം. അതിലേക്ക് എടുത്തു വെക്കാൻ ഒരു ആയത്തോ ഒരു ഹദീസോ ഇല്ല. ഇനി ഈ ആയത്തിനെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ സമകാലികമായിട്ട് നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന മഹത്തുക്കൾ എന്ന് പറയപ്പെടുന്ന, വാഴ്ത്തപ്പെടുന്ന വലിയ വലിയ ആളുകളായിരുന്നു എന്ന് പറയപ്പെടുന്ന ഏതാനും ചില ആളുകളുടെ അവരുടെ ജീവിതത്തിൽ ഉണ്ടായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ പറയാം. എന്തിനാ? ആ വ്യക്തികളെ ഒരു നിലക്കും പരിഹസിക്കാനേ അല്ല, അവരെ ഇകഴ്ത്താനേ അല്ല. അവരൊരു സാധാരണ വ്യക്തികൾ മാത്രമായിരുന്നു. അവർക്ക് പോലും അവരെ സഹായിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. എന്നാൽ അവർ പല ആളുകളെയും ചൂഷണം ചെയ്ത് ജീവിച്ചവരുമാണ്. അവരുടെ ജീവിതത്തിൽ അവർ ഒരുപാട് ആളുകളെ ചൂഷണം ചെയ്തിട്ടുണ്ട്. പല മഹ്ലറകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, പല ആശ്രമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ ഇരുന്നിട്ട് ഭക്തജനങ്ങളെ സ്വീകരിക്കുകയും ഞങ്ങളടുത്ത് വന്നാൽ ഞങ്ങൾ തരുന്ന ഉറുക്ക് കൊണ്ട്, ഞങ്ങൾ തരുന്ന നൂല് കൊണ്ട്, ഞങ്ങൾ തരുന്ന വെള്ളം കൊണ്ട് നിങ്ങളുടെ രോഗങ്ങൾ ശിഫയാകുമെന്ന് പറഞ്ഞു പറ്റിക്കുകയും ചെയ്ത നമ്മുടെ സമകാലികമായി നമ്മൾ കണ്ട, നമ്മൾ അറിഞ്ഞ, നമ്മളോടൊപ്പം ജീവിച്ച, ഒരു വേള വേണമെങ്കിൽ അവരുടെ മരണവാർത്ത അറിഞ്ഞ് അവിടെ ചെന്നിട്ടുണ്ട് പലരും നമ്മളിൽ. അത് ചെന്നത് അതിൻ്റെതായിട്ടുള്ള ചില സൊസൈറ്റി അങ്ങനെ ഉണ്ടല്ലോ. നമ്മളൊരു മുസ്ലിം സൊസൈറ്റി ആകുമ്പോൾ അതിൽ പ്രധാനമായിട്ടുള്ള നേതാക്കന്മാർ, നാട്ടു നേതാക്കന്മാർ എന്ന നിലയിലൊക്കെ ഒരുപക്ഷെ നമ്മളൊക്കെ പോയിട്ടുണ്ടാവും. അതിൽ നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു തങ്ങൾ കുടുംബമുണ്ട്. അറിയപ്പെടുന്ന പറഞ്ഞാൽ കേരളത്തിൽ മുഴുവൻ അറിയുന്ന ധാരാളം തങ്ങൾ കുടുംബങ്ങളുണ്ട് കേട്ടോ, പല ഗോത്രങ്ങളുണ്ട്. എന്നാൽ കേരളം മാത്രമല്ല, കർണാടകയിലും ഇന്ത്യയിൽ തന്നെ പാർലമെന്റിൽ പോലും അറിയപ്പെടുന്ന ഒരു തങ്ങൾ കുടുംബമുണ്ട് നമ്മളെ കേരളത്തിൽ. അതിലെ 2 സഹോദരങ്ങൾ, വളരെ പ്രധാനികളായ 2 സഹോദരങ്ങൾ, അവരുടെ ജീവിതകാലത്ത് അവർക്കുണ്ടായ രോഗങ്ങൾക്ക് വേണ്ടിയിട്ട് അതിന് ചികിത്സിക്കാൻ അവര് പോയിട്ടുള്ളത് അമേരിക്കയിലാണ്. വലിയ രോഗമായിരുന്നു.
അവർ ഊതിയ വെള്ളം കുടിച്ചിട്ട് അവരെ രോഗം ശിഫാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അവരാണ് പല ആളുകൾക്കും വെള്ളം ഊതി കൊടുത്തിരുന്നതും നൂല് കെട്ടി കൊടുത്തിരുന്നതും. ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അവര് നിങ്ങൾക്കൊന്നും ചെയ്തു തരാൻ കഴിവില്ലാത്തവരാണ്. അല്ല, അവർക്ക് തന്നെ സ്വന്തം ഒരു കഴിവ് അവർക്ക് ഇല്ല എന്ന് അള്ളാഹ് പറഞ്ഞു തരുമ്പോ ഈ ആയത്ത് മനസ്സിലാക്കിയ ഒരാള് ഈ തരത്തിലുള്ള ചൂഷണത്തിൽ ചെന്ന് പെടുവോ? പെടൂല. കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു പണ്ഡിതൻ, അദ്ദേഹത്തെ വിളിക്കുന്നത് ഷെയ്ഖുൽ ഹദീസ് എന്നാണ്. ഹദീസിന്റെ കാര്യത്തിൽ വലിയ ഷെയ്ഖാണെന്നാണ് പറയുന്നത്. എന്നാൽ ഇത്രമാത്രം ഇസ്ലാമിനെ വളച്ചൊടിച്ച് ഷിർക്കിന് വേണ്ടിയിട്ട് ആളുകളെ പ്രേരിപ്പിച്ച ഒരു മനുഷ്യനായിരുന്നു ജീവിതകാലത്ത്. നമ്മുടെ കാലത്ത് തന്നെ മരിച്ചുപോയ ഒരാളാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു ദിവസം 10,000 രൂപയിലധികം ചെലവ് വരുന്ന ഇഞ്ചക്ഷനായിരുന്നു കുറെ സമയം അടിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ രോഗത്തിന് വേണ്ടിയിട്ട്, ചികിത്സക്ക്. ആലോചിച്ചിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ സ്വന്തം രോഗ ചികിത്സക്ക് അവരുടെ നൂലോ വെള്ളമോ അവർക്ക് ഉപകാരപ്പെട്ടിട്ടില്ല. അള്ളാഹ് പറഞ്ഞെന്താ? അവർക്ക് അവരെ തന്നെ ശരിക്കും രക്ഷപ്പെടുത്താൻ കഴിയില്ല എന്ന് അള്ളാഹ് പറഞ്ഞു വരുമ്പോ കൂട്ടരെ, എന്നിട്ടും പിന്നെ എങ്ങനെ നമ്മൾ ഇവരുടെ മുമ്പിൽ പോയിട്ട് തല താഴ്ത്തി കൊടുക്കുന്നത്? വളരെ പ്രഗത്ഭനായിട്ട് ഇന്ന് പടച്ചോൻ തന്നെ എന്ന് പറഞ്ഞു വിശ്വസിക്കുന്ന സാക്ഷാൽ സിഎം മാനസിക രോഗം കൊണ്ട് പൊറുതിമുട്ടിയിരുന്നു ആ മനുഷ്യൻ. അതിനു പുറമെ ഷുഗർ എന്ന് പറയുന്ന രോഗം കൊണ്ട് ശരീരം മുറിവായിട്ട് വ്രണങ്ങളായിട്ട് കിടപ്പിലായിരുന്നു. എല്ലാരും അതിന് വേണ്ട, ആ രോഗം വേണ്ട, അങ്ങനെയാണ് ഇപ്പൊ പറഞ്ഞുണ്ടാക്കുന്നത്. അത് വേണ്ട എന്ന് പറഞ്ഞ പിന്നെ ഇല്ല. ചെല്ലുന്നവരോടൊക്കെ എനിക്ക് സുഖമില്ല എന്നാ, ആനക്കാ സൂക്കേട് വേണ്ട, മൂപ്പരാണ് സൂക്കേട് കൊടുക്കുന്നവനും ശിഫാക്കുന്നവനൊക്കെ മൂപ്പരാണെന്നുള്ള വിശ്വാസമുള്ളോ? അത് അള്ളാഹുവിൽ നിന്നാണ്, പടച്ചവനോടാ ചോദിക്കേണ്ടത്, അള്ളാഹുവിന്റെ അടുത്താ. അല്ല, അങ്ങനെ പറഞ്ഞ അദ്ദേഹം തന്നെ ധാരാളം രോഗങ്ങൾ കൊണ്ട് കിടപ്പിലായിരുന്നു. അള്ളാഹ് പറഞ്ഞിരുന്ന എത്ര കൃത്യം നോക്കണം നിങ്ങൾ അള്ളാഹുവിന് പുറമെ രക്ഷകരെന്ന് മനസ്സിലാക്കുന്ന, വലിയകളെന്ന് മനസ്സിലാക്കുന്ന ആളുകളല്ല. വലിയ അള്ളാഹുവാണ്. ഇന്ന വലിയല്ലാഹു അല്ലദീ നസ്സലൽ കിതാബ വഹുവ യതവല്ല സ്വാലിഹീൻ. ആരായിരിക്കണം നമ്മുടെ വലിയ? നമ്മുടെ രക്ഷകൻ ആരായിരിക്കണം? അള്ളാഹു ആയിരിക്കണം. അവരാണ് സ്വാലിഹീങ്ങളുടെ സംരക്ഷണം അവനിലാക്കണം. അവനോട് മാത്രമായിരിക്കണം ചോദിക്കേണ്ടത്. അവരെ സ്വാലിഹാവുള്ളൂ, അവരെ മുഅ്മിനാവുള്ളൂ, അവരെ മുവഹ്ഹിദാവുള്ളൂ. പേരുണ്ടാവും, പേര് നല്ല നല്ല പേരുണ്ടാവും. പക്ഷെ പേരുകൾ കൊണ്ട് മുഅ്മിനാവൂല, മുവഹ്ഹിദാവൂല, സ്വാലിഹാവൂല. വിശ്വാസം കൊണ്ട് പേരിനിപ്പോ അത്ര പിന്നെ നല്ല പേരൊന്നും ആയിക്കോണമെന്നൊന്നുമില്ല. പേരിലല്ല പ്രശ്നം ഇരിക്കുന്നത്, വിശ്വാസത്തിലാണ്. നല്ല വിശ്വാസമാണെങ്കിൽ ആ വിശ്വാസത്തിനാണ് അല്ലാഹു സുബ്ഹാനഹു തആല അവരെ പരിഗണിക്കുക. ഇനി അല്ലാഹു സുബ്ഹാനഹു തആല ഒന്നും കൂടി പറയാണ്, വ ഇൻ തദ്ഉഹും, അതിന്റെ തൊട്ടടുത്ത ആയത്തില് പറയാണ്, നിങ്ങൾ അവരെ നേർവഴിയിലേക്ക് ക്ഷണിക്കുകയാണെങ്കിൽ, വ ഇൻ തദ്ഉഹും ഇലൽ ഹുദാ ലാ യസ്മഉ, നിങ്ങൾ അവരെ നേർവഴിയിലേക്ക് ക്ഷണിച്ചാൽ, ഞങ്ങൾ ഈ വലിയ വലിയ ആൾക്കാരാന്ന് പറഞ്ഞിരിക്കുന്നുണ്ടോ, ഇവർക്ക് നേർവഴി കിട്ടൂല എന്നുള്ള പറയാ. എന്താ പടച്ചോനെ ഇതിന്റെ ഒരു അത്ഭുതം! പല ആൾക്കാരും ചോദിക്കലുണ്ട്, ഇവരൊക്കെ കിതാബുകൾ ഇങ്ങനെ ഓതിയിട്ട് കിതാബ് അറിയാത്തവരാണോ? ഇവർ ഓതുന്ന കിതാബ് തന്നെയല്ലേ? പക്ഷെ എന്തുകൊണ്ട് അവർക്ക് സന്മാർഗം ലഭിക്കുന്നില്ല, തൗഹീദ് ലഭിക്കുന്നില്ല, സിറാത്തുൽ മുസ്തഖീം എന്തുകൊണ്ട് ലഭിക്കുന്നില്ല? അല്ലാഹ് പറയും, നിങ്ങൾ അവർ വിളിച്ചിട്ട് കാര്യമില്ല, അവര് വരൂലാന്ന്, അവര് നന്നാവൂലാന്ന്. കാരണം അവർ അഹങ്കാരികളും സ്വയം ആളുകളെ പറ്റിച്ച് ജീവിക്കുന്ന ആളുകളുമായതുകൊണ്ട് നിങ്ങൾ അവരെ വിളിച്ചാൽ ലാ യസ്മഉ വതറാഹും യൻദുറൂന ഇലൈക വഹും ലാ യുബ്സിറൂൻ. അവന്റെ നേരെ അവർ കേൾക്ക പോലും ഞങ്ങൾ പറയുന്നത്, അവർ നിന്റെ നേരെ നോക്കുന്നതായി നിനക്ക് കാണാം, ഫലത്തിലോ അവരൊന്നും കാണുന്നില്ല. അള്ളാഹ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, അവരുടെ ഹൃദയത്തിനും അവരുടെ കണ്ണിനും അവരുടെ കാതിനും ഒക്കെ അള്ളാഹു സീല് വെക്കും പറയുന്നുണ്ട് പരിശുദ്ധ ഖുർആനില്. കാരണം എന്താ? ഹിദായത്തിന്റെ മാർഗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, അള്ളാഹുവിന്റെ പാതയിലേക്ക് സിറാത്തുൽ മുസ്തഖീമിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ ആളുകളെ പറ്റിച്ച് ജീവിക്കാൻ പറ്റൂല. എത്ര എളുപ്പമുണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ. ആളുകളെ വഞ്ചിച്ച് ജീവിക്കുന്ന ആളുകൾ നോക്കൂ, കേരളത്തിൽ ഇന്ന് അറിയപ്പെടുന്ന, നമ്മളോടൊപ്പം ജീവിച്ചിരിക്കുന്ന, ഇനി അടുത്ത ഒരു വലിയ ജാറത്തിനുടമയാകുന്ന ഒരു മനുഷ്യനുണ്ട് നമ്മുടെ നാട്ടില്. അതായിരിക്കും ഇന്ത്യയിലെ ഏറ്റവും വലിയ ജാറം. അതിനു വേണ്ടിയിട്ടുള്ള കോപ്പുകൾ മുഴുവനും സജ്ജമാക്കി കോടാനക്കോടി രൂപ മുടക്കി 40,000 കോടിക്കാണ് ആ ഭാഗങ്ങൾ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇനി വരാനുള്ളത് ഒരു വലിയ ജാറമാണ്.
എന്നാൽ ഇവര് പറയപ്പെടുന്ന വലിയ ഒരു വലിയന്റെ അദ്ദേഹത്തിന്റെ പ്രവചനം തെറ്റാനും കൂടിയുള്ള, അത് മാറിപ്പോകാനും കൂടി സാധ്യതയുള്ള ഒരു ജാറും വരാൻ പോകുന്നുണ്ട്. ആ ജാറത്തിലേക്ക് പോകാനുള്ള മനുഷ്യൻ ഒരു മാസക്കാലം അദ്ദേഹം കോഴിക്കോടിലെ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ ഒരു മാസം അദ്ദേഹം കിടന്നു. എന്തിനാ കിടന്നത്? സ്വന്തം ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ അത് ക്രമം തെറ്റി പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോ അൺകോൺഷ്യസ് ആയി, നേർക്ക് നേരെ ഓർമ്മയില്ലാത്ത അവസ്ഥയായി, ഞാൻ ആരാണെന്ന് പോലും അറിയാത്ത അവസ്ഥയിലേക്ക് മാറി. മൂപ്പര് ജീവിതകാലത്ത് മൂപ്പര് ഒരുപാട് ജാറങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഐലക്കാട് മക്കാമിൽ മരിച്ചു എന്ന് തോന്നിയ ഒരു സഹോദരിയെ അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബക്കാരും കൂടി കാറിൽ കയറ്റി കൊണ്ടുപോയി ആ മക്കാമിന്റെ വാതിൽ തുറന്ന് അതിലേക്കിട്ട് 1-2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവരവിടെ നിന്ന് വലിയൊരു ഓപ്പറേഷനും കഴിഞ്ഞ് തിരിച്ചു വന്നു. മക്കാമിൽ ജാറത്തിൽ കിടക്കുന്ന ആള് ഈ സ്ത്രീയെ ഓപ്പറേഷൻ ചെയ്ത് സുഖപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് പബ്ലിസിറ്റി കൊടുക്കുന്ന പല ജാറങ്ങളും മൂപ്പരുടെ കീഴിലുണ്ട്. ഒരുപാട് ജാറങ്ങളുടെ അതുപോലത്തെ കഥകൾ പറയുന്ന ആളാണ് മൂപ്പര്. എന്താ അദ്ദേഹത്തിന് രോഗം വന്നപ്പോ ഐലക്കാട് മക്കാമിൽ കൊണ്ട് വാതിൽ തുറന്ന് അതിൻ്റെ ഉള്ളിൽ ഇടാതിരുന്നത്? എന്തുകൊണ്ടാണ് അതായിരുന്നത്? ഒന്ന് ആലോചിച്ചൂടെ സഹോദരങ്ങളെ? ഒന്ന് ആലോചിച്ചൂടെ? എന്തുകൊണ്ട് മടവൂരിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തില്ല? എന്തുകൊണ്ട് വേങ്ങരക്കോയ പാപ്പാന്റെ അടുത്ത് വന്നില്ല? എന്തുകൊണ്ട് മക്ബറ മക്കാമിലേക്ക് കൊണ്ടുപോയില്ല? എന്തേ? അവർക്ക് മനസ്സിലായി അത് ഞങ്ങൾ പറ്റിക്കുന്ന, ബുദ്ധിയില്ലാത്ത കൗമിനെ പറ്റിക്കാൻ വേണ്ടി മാത്രമേ പറ്റുള്ളൂ. അവനാന്റെ കാര്യം വരുമ്പോ ഏറ്റവും സൂപ്പർ ചികിത്സ ലഭിക്കുന്നത്. അതിന് വിദേശ രാഷ്ട്രങ്ങളിൽ ഇരിക്കുന്ന അമേരിക്ക പോലെയുള്ള, ജർമ്മൻ പോലെയുള്ള രാഷ്ട്രങ്ങളിലെ ഏറ്റവും പ്രഗത്ഭരായ ഡോക്ടർമാരുടെ സേവനം ടെലികാസ്റ്റിലൂടെ നേർക്ക് നേരെ രോഗി എങ്ങനെ കണ്ട് അവർ പറയുന്ന തരത്തിലാണ് ചികിത്സ നടത്തിയത്. ലക്ഷങ്ങളാണ് ഒരു കൺസൾട്ടിന് അവർ കൊടുക്കേണ്ടി വരിക, ലക്ഷങ്ങൾ. അങ്ങനെ ലക്ഷങ്ങൾ മുടക്കി ഒരു മാസക്കാലം ആശുപത്രിയിൽ ചികിത്സയിൽ കിടന്നു. അവർക്ക് അവരുടെ സ്വന്തം ശരീരത്തിനെ അത് സുഖപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞില്ല. ഇതൊക്കെ എന്തിനാ പറയണെന്നറിയോ? വ്യക്തിപരമായിട്ട് ഇവരോടൊന്നും യാതൊരു തരത്തിലുള്ള അള്ളാഹു സാക്ഷിയാണ്. ഞാനിത് പറയുമ്പോ എന്റെ ഹൃദയത്തെ കുറിച്ച് അറിയുന്നത് അള്ളാഹ് മാത്രം അല്ലേ? ആ റബ്ബിനറിയാ. പറയുമ്പോ ഈ വ്യക്തികളോട് ഒരു തരിമ്പ് പോലും വിദ്വേഷമോ വെറുപ്പോ വ്യക്തിപരമായിട്ടില്ല. പക്ഷേ അവർ പ്രചരിപ്പിക്കുന്ന തൗഹീദിനെതിരായിട്ടുള്ള അവരുടെ പ്രചാരണത്തോട് അങ്ങേയറ്റത്തെ വെറുപ്പുണ്ട്. കാരണം അവർ ലക്ഷക്കണക്കിന് പാവപ്പെട്ട മുസ്ലിങ്ങളെയാണ് നരകത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു നൽകാമെന്ന് പറഞ്ഞ സ്വർഗത്തെ തട്ടിമാറ്റി നരകത്തിലേക്ക് അവർ ക്ഷണിച്ചുകൊണ്ടിരിക്കുക. കള്ളക്കഥകൾ പറഞ്ഞുകൊണ്ട്, ഖുർആന് തിരുമറി നടത്തിക്കൊണ്ട്, മുഹമ്മദ് റസൂലുള്ള പറയാത്ത കാര്യങ്ങൾ ആ നബിയുടെ പേരിൽ പറഞ്ഞുകൊണ്ട്, അല്ല ആ നബിയുടേതല്ലാത്ത ഒരു മുടി പോലും ആ നബിയുടേതാണെന്ന് പറഞ്ഞു പറ്റിച്ചിട്ട് ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങളിൽ നിന്നും സമ്പത്ത് തട്ടിയെടുത്ത ആളുകൾ. ഇവരൊക്കെ എങ്ങനെയാണ്? അല്ലാഹു സുബ്ഹാനഹു തആല വളരെ കൃത്യമായിട്ട് പറഞ്ഞു, അവര് ആരും തന്നെ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഉപകാരവും അവരിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. അവര് നിങ്ങളെ സഹായിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹി ഇബാദുൻ അംസാലുക്കും ഫദ്ഊഹും ഫല്യസ്തജീബൂ ലക്കും ഇൻ കുൻതും സ്വാദിഖീൻ. അള്ളാഹുവിനെ പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, നിങ്ങൾ ദുആ ചെയ്യുന്ന, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആ ആളുകൾ മുഴുവനും നിങ്ങളെപ്പോലെയുള്ള അടിമകളാണ്. ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹി ഇബാദുൻ അംസാലുക്കും. നിങ്ങളെപ്പോലെയുള്ള അള്ളാന്റെ അടിമകൾ മാത്രമാണ്, ഒരു പ്രത്യേകത അവർക്കില്ല. നിങ്ങളെപ്പോലെയുള്ള അടിമകളാണ് അവരോ. നിങ്ങൾ അവരോടൊന്ന് പ്രാർത്ഥിച്ചു നോക്കൂ. അള്ളാഹ് പറയാ, അള്ളാന്റെ ഒരു അനുവാദമാണ്. ഇനിയിപ്പോ ഈ ആയത്ത് ഓതിയിട്ട് അവരോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിക്കണമെന്ന് ഓതുന്നൊരു കാലം വരും കേട്ടോ. ഇതുപോലുള്ള ആയത്തുകളിലെ പ്രയോഗങ്ങളാ. ഏതാ? അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞല്ലോ, എന്റെ ദാസന്മാർ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. സഅലക ഇബാദി, എന്റെ ദാസന്മാർ നിന്നോട് ചോദിച്ചാൽ. അപ്പൊ ആദ്യം ആരോട് ചോദിക്കണം എന്നാ അള്ളാഹ് പഠിപ്പിക്കണത്? അള്ളാഹിനോട് ചോദിക്കണം എന്നല്ല, നബിനോട് ആദ്യം ചോദിക്കണം. ഈ ആയത്ത് ഓതിയിട്ടാ പറഞ്ഞത്. ആ ആയത്ത് ഓതിയിട്ടാ മുസ്ലിയാക്കന്മാര് പറഞ്ഞത്
നബിയെ, നിന്നോട് എന്റെ ദാസന്മാർ ചോദിച്ചാൽ, എന്ത് ചോദിച്ചാൽ? അതല്ല പ്രശ്നം, ചോദിക്കാൻ പറഞ്ഞോ? ആദ്യം നബിനോടാ ചോദിക്കാൻ പറഞ്ഞത്. അതുപോലെ തന്നെ നിങ്ങളെ ശുഹദാക്കളെ മുഴുവനും വിളിച്ചോളി എന്ന് അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ആയത്തോതി നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ ആ ശുഹദാക്കളെ മുഴുവൻ വിളിച്ചു നിങ്ങൾ ദുആ ചെയ്തോളി എന്ന് അല്ലാഹു ഖുർആനിൽ പറഞ്ഞില്ലേ? അതെവിടെയാ പറഞ്ഞതെന്നറിയോ? അള്ളാഹു മുഹമ്മദ് റസൂൽ എന്നൊക്കെ ഇറക്കി കൊടുത്ത ഈ ഖുർആൻ അള്ളാഹുവിൽ നിന്നല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ നിങ്ങൾ ഇതിനു ബദലായിട്ട് ഒരു വചനമെങ്കിലും, ഒരു ആയത്തെങ്കിലും, ഒരു സൂറത്തെങ്കിലും കൊണ്ടുവരൂ. അതിന് നിങ്ങളെ കൊണ്ട് കഴിയില്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്നവരൊക്കെ വിളിച്ചോളിന്ന് അള്ളാഹ് അവരോട് വെല്ലുവിളിച്ച സംഗതിയിൽ വന്ന ഒരു പ്രയോഗമാണ് ഉദ്ഉ ശുഹദാഅക്കും. അതുപോലും അള്ളാനെ അല്ലാത്തവരെ വിളിച്ചു തേടാൻ തെളിവാണെന്ന് പറഞ്ഞിട്ട് ഓതിയ രാജ്യമാണ് നമ്മുടെ രാജ്യം. ഇവിടുത്തെ പുരോഹിതന്മാർ ഒരു പക്ഷേ അവർ ഈ ആയത്തും ഇനി ഇങ്ങനെ ഓതുട്ടോ, ഫദ്ഉഹും ഫല്യസ്തജീബൂ ലക്കും, നിങ്ങൾ അവരോട് തോരുന്നോളി, ഓരോങ്ങൾക്ക് ഉത്തരം ചെയ്യും എന്ന് വേണമെങ്കിൽ ഇനി ഒരു കാലഘട്ടത്തിൽ ഉസ്താദുമാർ ഈ ആയത്ത് കണ്ടിട്ടില്ല ഉണ്ടായിരിക്കില്ല, അതുകൊണ്ടായിരിക്കും ഇല്ലെങ്കിൽ ഇതൊക്കെ ഓതും. സഹോദരങ്ങളെ, ഇവിടെ അള്ളാഹ് പറഞ്ഞു നിങ്ങൾ അള്ളാഹിനെ പുറമെയുള്ളവരൊന്ന് വിളിക്കുക, അവരൊന്ന് ദുആ ചെയ്യുന്നത് ഞാനൊന്ന് കാണട്ടെ എന്ന് അള്ളാഹ് പറയാ. അവര് നിങ്ങളുടെ ഉത്തരം ചെയ്യൂല എന്നതിന് ശക്തമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആയത്തുകളെ പോലും ഈ തരത്തിലുള്ള ആളുകൾ പറഞ്ഞു പ്രചരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഇവർ വഴികേടിലായത്? ഖുർആനിനെ സ്വീകരിക്കാത്തത് കൊണ്ട്. ഖുർആനെ നിരാകരിച്ചു, അതിനെ മാറ്റിവെച്ചു. എന്നിട്ട് അവർ കൊണ്ടുവന്നു ഒരുപാട് മാലകൾ, മൗലൂദുകൾ, റാത്തീബുകൾ, മറ്റേത് എന്നൊക്കെ പറഞ്ഞിട്ട് അതും മദിങ്ങൾക്ക് എന്ന് പറഞ്ഞു. എത്ര തന്ത്രപരമായിട്ടാ മുസ്ലിം ഉമ്മത്തിനെ ഹിദായത്തിൽ നിന്ന് വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ട് അവർ പരിശ്രമിച്ചത്. അതിലെന്തെല്ലാം കഥകളാണ് പറഞ്ഞു കൊടുത്തത്. നിങ്ങളൊന്നും പേടിക്കണ്ട. എന്റെ മുരീദുകൾ നരകത്തിലില്ലെന്ന നരകത്തെ കാക്കും മാലക്ക് പറഞ്ഞോവർ. അപ്പൊ പിന്നെ നരകത്തിന് രക്ഷപ്പെട്ടു. അതല്ല നമുക്ക് ആകെ വേണ്ടത്. നരകത്തിന് രക്ഷപ്പെടാൻ എന്താ വേണ്ടത്? മൊയ്തീൻ ശേഖിന്റെ മുരീദായാ മതി. എന്റെ മുരീദുകൾ നല്ലവരല്ലെങ്കിൽ എപ്പോഴും നല്ലവൻ ഞാനൊന്ന് ചൊന്നോവർ. എന്റെ മുരീദായി കഴിഞ്ഞാൽ നിങ്ങൾ ഇനി എത്ര ബടക്കായാലും കുഴപ്പമില്ല, ഞാൻ നല്ലോനല്ലേ, അതുകൊണ്ട് നിങ്ങൾ ബേജാറാവണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ നിങ്ങളുടെ തടിയെയും നിങ്ങളുടെ കുടുംബത്തിന്റെ തടിയെയും നിങ്ങൾ സൂക്ഷിച്ചോളിട്ടോ. നിങ്ങളെ നാളെ ഓരോരുത്തരും അവനവനായിരിക്കും. നഫ്സി നഫ്സി. മഹ്ശറയിൽ അല്ലാഹുവിന്റെ കോടതിയിലെത്തുക. അവിടുത്തെ വിചാരണയിൽ ആർക്കും തന്നെ സംസാരിക്കുവാനുള്ള അവകാശം അവിടെ ഇല്ല വേറെ. ഇത് പഠിപ്പിച്ച ഖുർആനിൽ നിന്നാണ്. ആ ഖുർആനാണ്ട് മാറ്റിയിട്ട് ഏതോ ഒരു മനുഷ്യൻ 300 വർഷങ്ങൾക്ക് മുമ്പ് കായൽ പട്ടണത്തിലെ ഒരു തമിഴ് സംസാരിക്കുന്ന ഒരു മനുഷ്യൻ അദ്ദേഹം എഴുതിയതാ ഇവരുടെ പ്രമാണമായി കൊണ്ട് പാടി നടക്കുന്നത്. മുഹയ്യിദ്ദീൻ ഷെയ്ഖ് റഹ്മഹുല്ലാഹ് ഒരിക്കലും അത് പറഞ്ഞിട്ടില്ല, അങ്ങനെ പറയുകയും ഇല്ല. അദ്ദേഹത്തിന്റെ പേരിൽ കളവ് പറയുന്നതാണ്. ആയതുകൊണ്ട് സഹോദരങ്ങളെ, വളരെ തന്ത്രപരമായിട്ട് ധാരാളം പുരോഹിതന്മാർ ഓരോ വർഷവും സനത് കിട്ടി ഇറങ്ങുകയാണ്. പല സനതുകൾ ഉണ്ടാവും. അഹ്സനി ഉണ്ടാവും, സഖാഫി ഉണ്ടാവും, ബക്കവി ഉണ്ടാവും, ഫൈള് ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. പക്ഷെ ഇറങ്ങുന്നത് മുഴുവനും ഇസ്ലാമിന്റെ ശബ്ദത്തെ അടിച്ചമർത്താൻ, അതിനെ മാറ്റി തിരുത്തി പുതിയ ശബ്ദങ്ങൾ ആളുകളെ കേൾപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ആളുകൾ മുഴുവനും പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ ശർറിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഉമ്മത്തിനെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فاتقوا الله عباد الله. സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ ഇസ്ലാം മുസ്ലിമായി ജീവിക്കാൻ സാധിക്കുക എന്നത് വലിയ ഒരു തൗഫീഖാണ്.
കഴിഞ്ഞ ദിവസം തിരൂരിനടുത്ത് മുത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു സഹോദരൻ മരണപ്പെട്ടു. അദ്ദേഹം ജീവിതകാലത്ത് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് തൗഹീദ് മനസ്സിലാക്കി ജീവിതത്തിന്റെ പല മാറ്റങ്ങൾ വരുത്തി ജീവിതത്തെ സംശുദ്ധമായ രീതിയിൽ ഇങ്ങനെ ജീവിച്ചൊരു മനുഷ്യനാണ്. ഖുറാഫത്തുകളോടും ബിദ്അത്തിനോടും ശക്തമായ വിയോജിപ്പ് അദ്ദേഹം ജനങ്ങളോട് പറയുമായിരുന്നു. അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തോടുള്ള പക തീർക്കലായിരുന്നു പുരോഹിതന്മാരുടെ പ്രധാന ദൗത്യം. അതുകൊണ്ട് തന്നെ ആ വെള്ളം മൂടിക്കിടക്കുന്ന കട്ടിലിനു ചുറ്റുമിരുന്ന് ഉറക്കനെ തന്നെ ഖുർആൻ ഓദിക്കുന്ന സമ്പ്രദായം അവിടെ ഉണ്ടായി. ഞാൻ ചോദിച്ചു, വേണ്ടപ്പെട്ട ഏറ്റവും അടുത്ത കുടുംബക്കാരോട്, അള്ളാഹുവിന്റെ റസൂലിന് ഇഷ്ടമില്ല എന്നതുകൊണ്ട്, അള്ളാഹിന്റെ റസൂല് പഠിപ്പിക്കാത്ത ഒരു മാർഗം എന്നതുകൊണ്ട് ഇദ്ദേഹം ഈ മാർഗത്തെ ഇഷ്ടപ്പെട്ടിരുന്നില്ലല്ലോ. നമ്മൾ അങ്ങനെയാണ് പലപ്പോഴും, ഇദ്ദേഹം അതിനെതിരായിരുന്നല്ലോ എന്നല്ല നമ്മൾ പറയേണ്ടത്. അള്ളാഹിന്റെ റസൂല് പഠിപ്പിക്കാത്തത് കൊണ്ട് അദ്ദേഹത്തിന് ഇഷ്ടം ഉണ്ടായിരുന്നില്ലല്ലോ, എന്തിനാ പിന്നെ അദ്ദേഹത്തെ അപമാനിക്കുന്നതിന് വേണ്ടി ഇത് ചെയ്യുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഏതായാലും വന്നിട്ട് ഓതാൻ തുടങ്ങിയില്ല, ഇനി ഇപ്പൊ ഇവിടെ വെച്ച് വേണ്ടാന്ന് പറഞ്ഞവരെ ഇറക്കി വിട്ട് അവിടെ പ്രശ്നം ഉണ്ടാവുന്ന. ഞാൻ പറഞ്ഞു, ഞാനൊരു പ്രശ്നം ഏതായാലും ഉദ്ദേശിക്കുന്നില്ല. ഒരാൾക്ക് ഇഷ്ടമില്ല എന്നത് അദ്ദേഹത്തിന്റെ ഇഷ്ടമല്ല നോക്കേണ്ടത്, അള്ളാഹിന്റെ റസൂല് പഠിപ്പിച്ചിട്ടുണ്ടോന്നാ. അതില്ലാത്തൊന്നും ചെയ്യേണ്ടല്ലോ. എന്നാൽ എല്ലാ മേഖലകളിലും ബാക്കിയുള്ള എല്ലാ ഭാഗത്തും മയ്യത്തെടുക്കുന്നതിന് മുമ്പ് യാസീനൊക്കെ എന്തു ശബ്ദത്തിലാ ഓതിയെന്നറിയോ? എന്തിനാണെന്നറിയോ? പകതീർക്കലാണ്. അതുകൊണ്ട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മൾ ഇതുപോലെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി അള്ളാഹിന്റെ റസൂല് പഠിപ്പിക്കാത്ത ഒന്നും എൻ്റെ ജീവിതത്തിലും എൻ്റെ മരണശേഷം ഉണ്ടാവാൻ പാടില്ല എന്ന് മനസ്സിലാക്കിയ ആളുകളാണ് നമ്മൾ. നമുക്കതിന് നമ്മുടെ കുടുംബത്തിൽ നിന്ന് അതിനുള്ള ഒരു സപ്പോർട്ട് ഇല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ വസിയത്തായിട്ട് എഴുതി വെക്കണം. മരണശേഷം അത്ര എഴുതി വെച്ചാൽ മതി, മരണശേഷം അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കാത്ത ഒന്നും ഈ വീട്ടിൽ ഉണ്ടാവരുത് എന്ന്. വേറെ നിങ്ങളൊന്നും എഴുതണ്ട, പിന്നെ അവര് വരൂല. റസൂലുള്ള പഠിപ്പിക്കാത്ത ഒന്നും ഇവിടെ വേണ്ടെന്ന് ഇദ്ദേഹത്തിന്റെ വസിയത്ത് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഓത്തില്ല. പിന്നെ ഈ കാണുന്ന ഒച്ചമ്പിളിയും പരിപാടി ഒന്നും ഉണ്ടാവില്ല. വളരെ മൗനമായിട്ട് ആ മയ്യത്ത് കുളിപ്പിച്ച് മയ്യത്തിന് വേണ്ടി നമസ്കാരം നിർവഹിച്ച് മയ്യത്തെ ഖബറിലേക്ക് വെച്ച് ആ മയ്യത്തിന് വേണ്ടി തസ്ബീഹ് ചൊല്ലി അവിടുന്ന് പോരും. അതല്ലാത്ത വേറെയുള്ള ഒരു പരിപാടി ഇവർ ചെയ്യൂല. അങ്ങനെ ഒരു വസിയത്ത് ഉണ്ടായാൽ അത് ഉണ്ടാവണം. മക്കൾക്കും കുടുംബക്കാർക്കൊക്കെ ആ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേണ്ടത്ര അതിനുള്ള ബോധം കിട്ടിയിട്ടില്ലെങ്കിൽ അവർക്കൊന്നും അവിടെ കാര്യങ്ങൾ പറയാനുള്ള ഒരു സൗകര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, അതൊരു വല്ലാത്ത ഒരു കാര്യമാണത്, വല്ലാത്ത സങ്കടം തോന്നിക്കുന്ന ഒരു സംഗതിയാണത്. ആയതുകൊണ്ട് ആ തരത്തിൽ ശക്തമായിട്ടുള്ള വസിയത്ത് നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ എഴുതി കൊടുക്കണം. അങ്ങനെ ഉണ്ടായാലും വരൂല എന്നുള്ളത് ഉറപ്പാട്ടോ. അങ്ങനെ തന്നെ പറയാ, റസൂലുള്ള പഠിപ്പിച്ച മുഴുവൻ സുന്നത്തും എൻ്റെ മരണശേഷം എനിക്ക് ലഭിക്കണം. റസൂലുള്ള പഠിപ്പിക്കാത്ത ഒന്നും എൻ്റെ മരണശേഷം അതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഉണ്ടാവരുത് എന്ന് നിങ്ങളൊരു വസിയത്ത് ചെയ്താൽ മതി. അങ്ങനെ ഒരു വസിയത്തുണ്ട് ഉസ്താദേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തിരിഞ്ഞു പോകും. അല്ലെങ്കിൽ പിന്നെ അവന് തെളിവ് ഹാജരാക്കേണ്ടി വരും അവർ ഈ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ. ആയതുകൊണ്ട് കാര്യങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക. നമ്മുടെ മാർഗം ശരിയാണ് എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടത് ഏതെങ്കിലും പ്രസംഗങ്ങൾ കേട്ടിട്ടല്ല. പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഓതുമ്പോൾ നമുക്ക് ഇങ്ങനെ ബോധ്യപ്പെടണം, ഇത് തന്നെയാണല്ലോ ശരി, ഇതാണല്ലോ അള്ളാഹ് പറഞ്ഞത്, ഇതാണല്ലോ റസൂലുള്ള പഠിപ്പിച്ചത്. അങ്ങനെ പരിശുദ്ധ ഖുർആനിനെ കൊണ്ട് മുഹമ്മദ് റസൂലുള്ളയുടെ അവിടുത്തെ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊണ്ട് പഠനങ്ങൾ കൊണ്ട് യഥാർത്ഥത്തിലുള്ള മുവഹിദായി ഈ ലോകത്ത് ജീവിക്കുവാനും സന്തോഷത്തോടുകൂടി വിട പറയുന്ന മുവഹിദുകളിൽ അള്ളാഹു നമ്മെ ചേർക്കുമാറാവട്ടെ. അള്ളാഹുവേ, ഞങ്ങൾ അറിയാതെ ഞങ്ങളിൽ നിന്ന് വന്നുപോയ പാപങ്ങൾ നീ പുറത്തു മാഫാക്കണേ അള്ളാഹ്. അള്ളാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹുവേ നിന്റെ കാവലും നിന്റെ സഹായവും നിന്റെ നിഅമത്തും നിന്റെ ബർക്കത്തും നൽകി ഞങ്ങളെ നീ സഹായിക്കണേ അള്ളാഹ്. അള്ളാഹുവേ, നീ അല്ലാതെ രക്ഷകനില്ല. അള്ളാഹുവേ, നിന്റെ കാവലല്ലാത്തൊരു കാവലില്ല. അള്ളാഹുവേ, നിന്നിൽ നിന്നല്ലാത്ത ഒരു നിഅമത്തും ഒരു ബർക്കത്തും ഞങ്ങൾക്കില്ല. അള്ളാഹുവേ, അങ്ങനെ തന്നെ വിശ്വസിച്ച് ഈ ലോകത്ത് ജീവിതം കാണിച്ചു തന്നവരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ സ്വഹാബത്ത്, അവിടുത്തെ താബിഉകൾ, അവിടുത്തെ തബഉ താബിഈങ്ങൾ. അള്ളാഹുവേ, അവരുടെ മാർഗത്തിൽ അവരെ നീ സ്വർഗത്തിലേക്ക് വിളിക്കുമ്പോൾ അവരോടൊപ്പം ആ സ്വർഗ പ്രവേശനം ലഭിക്കുന്ന മുവഹിദുകളിൽ ഞങ്ങളെയും നീ ചേർക്കണേ അല്ലാഹ്. അള്ളാഹുവേ, രോഗങ്ങൾ കൊണ്ട് ചികിത്സ തേടിയിട്ടുള്ള ഒരുപാട് സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്. അള്ളാഹുവേ, അവർക്ക് നൽകുന്ന ആ ചികിത്സ അവരുടെ രോഗമുഖ ശമനത്തിന് നീ എളുപ്പമാക്കണേ അള്ളാഹ്. അവരുടെ ശരീരത്തിൽ നിന്ന് ആ രോഗത്തിന്റെ എല്ലാ പ്രയാസങ്ങളും
നീക്കി അവരെ നീ സഹായിക്കണേ അല്ലാ. മാരകമായ എല്ലാ രോഗങ്ങളെ തൊട്ടും അല്ലാ ഞങ്ങളെ നീ കാക്കണമേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم الأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين.